യുവതലമുറ തന്നെയാണ്. ചോദ്യം നമ്പർ 2. ആരാണ് ഇത്തരം അല്പത്തരങ്ങൾക്ക് പ്രചോദനം നൽകുന്നത്? അത് യവനെപ്പോലുള്ള മൊയ്യിലേമാരാണ്. സർവോപരി ഒരു കിതാബിൽ ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഇബാറത്ത് നമുക്ക് കാണാം. ഇന്ന ജമീഅൽ അഅമാലി സ്വാലിഹാത്തി അല്ലത്തി യഅമലുഹാ അയ്യു വാഹിദിൻ മിനൽ മുസ്ലിമീനൽ ഹിന്ദിയീന യജൂസു അൻ തുൻസബ ഇലാ മുസ്ലിം ലീഗ് അനി ഇലാ റാബിത്തത്തിൽ മുസ്ലിമീന ബിൽ ഹിന്ദ്. ഏതൊരു ഇന്ത്യൻ മുസ്ലിമും ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് ചേർത്ത് പറയൽ ജായിസാണ്, അതായത് അനുവദനീയമാണ്. വലൗകാന ഗൈറ മുൽതഹിഖിൻ ഗൈറ മുൻളമ്മിൻ ഇലാ ദാലിക്കൽ ഹിസ്ബ്. അയാൾ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിലേക്ക് ചേർന്നിട്ടുള്ള ആളല്ലെങ്കിലും ശരി എന്നാണ് ആ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. കേട്ടില്ലേ? ഏതോ ഒരു കിതാബിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളച്ചൊടിച്ചിട്ട് ഇനിയിപ്പോൾ ആ കിതാബ് അന്വേഷിച്ചാൽ ജനങ്ങൾക്ക് കിട്ടുമോ? ഇനി കിട്ടിയാൽ തന്നെ അത് ഏതെങ്കിലും തന്തയില്ലാത്തവനല്ലേ എഴുതിയിട്ടുണ്ടാവുക? എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നത്? ഡയറക്റ്റ് പറഞ്ഞൂടെ ഇന്ന ദീന ഇന്ദല്ലാഹിൽ മുസ്ലിം ലീഗ് എന്ന്, അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകാര്യമായത് മുസ്ലിം ലീഗ് മാത്രമാണെന്ന്. അത് ഖുർആനിൽ എഴുതി വെച്ചതല്ലേ? എന്തിനാണ് അത് പറയാൻ മടിക്കുന്നത്? ആരെയാണ് അത് പറയാൻ പേടിക്കുന്നത്? അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇവനെ പോലുള്ള ആളുകൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാൻ വരുമോ? ഖുർആൻ പറഞ്ഞ മുഴുവൻ അക്ഷരം പ്രതി മുസ്ലിങ്ങളെ അനുസരിക്കൂലേ? ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറ.